നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും ഏതം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. UAE ബോക്സ് ഓഫീസിലും കേരള ബോക്സ് ഓഫീസിലും ഇപ്പോൾ തകർപ്പൻ പ്രകടനങ്ങളുമായി 3 ചിത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് മലയാളത്തിന്റെ സ്വന്തം ലോക, രണ്ടാമത്തത് മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ ഹൃദയപൂർവ്വം, മൂന്നാമത്തെ ചിത്രം തമിഴ് ചിത്രമായ മദ്രാശി. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലോക, മദ്രാശി എന്നീ 2 സിനിമകളുടെ UAE സ്റ്റാറ്റസ് ആണ്. മാത്രമല്ല മറ്റു കുറച്ച് വിവരങ്ങൾ നമ്മൾ ഇതിൽ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, നമ്മളെ ചാനൽ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്, അതിൽ വലിയ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ പല കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അതിലൊന്ന്, UAE ബോക്സ് ഓഫീസിൽ മലയാള സിനിമ ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് സിനിമയാണ് കണ്ടത് എന്നാണ്. അതുപോലെ തന്നെ ലോകയുടെ 11 ദിവസത്തെ കളക്ഷൻ എത്രയാണ് എന്നും കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല മദ്രാസി ഓപ്പണിംഗ് ആൻഡ് വീക്കെൻഡ് റിപ്പോർട്ട്, ഇത്തരം കാര്യങ്ങളും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ വീക്കെൻഡിൽ UAE ബോക്സ് ഓഫീസിൽ 1-ാം സ്ഥാനത്ത് ലോക എന്ന ചിത്രം തന്നെയായിരുന്നു. വീക്കെൻഡിൽ മാത്രം 1,44,000-ഓളം ആളുകളാണ് ചിത്രം കണ്ടത്. UAE ബോക്സ് ഓഫീസിൽ ഇതുവരെ ലോക എന്ന ചിത്രം കണ്ടത് 4,14,000-ഓളം പേരാണ്. ഈ വീക്കെൻഡിൽ 2-ാം സ്ഥാനത്തുള്ള ചിത്രം തമിഴ് ചിത്രമായ മദ്രാശിയാണ്. ഇതുവരെ ഈ ചിത്രം UAE ബോക്സ് ഓഫീസിൽ നിന്ന് കണ്ടത് 34,000-ഓളം പേരാണ്. വീക്കെൻഡിലെ 3-ാം സ്ഥാനം നേടിയിരിക്കുന്നതും ഒരു മലയാള ചിത്രമാണ്. ലാലേട്ടൻ നായകനായി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം എന്ന ചിത്രം ഇതുവരെ UAE ബോക്സ് ഓഫീസിൽ കണ്ടത് 23,000 ആളുകളാണ്. ഈ ആഴ്ചയിലെ UAE ബോക്സ് ഓഫീസിലെ 10 ചിത്രങ്ങളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. അത് എത്ര പേര് കണ്ടെന്നും നമുക്ക് പരിശോധിക്കാം. പരം സുന്ദരി എന്ന ചിത്രം ഇതുവരെ UAE ബോക്സ് ഓഫീസിൽ നിന്ന് കണ്ടത് 5,500 പേരാണ്. പെൺ എന്ന ചിത്രം ഈ ആഴ്ച UAE ബോക്സ് ഓഫീസിൽ നിന്ന് കണ്ടത് 8,800 പേരാണ്. ദർവിഷ് എന്ന ചിത്രം 8,100 പേരും. ദ ബാഡ് ഗൈസ് എന്ന ചിത്രം 8,600 പേരും. സംബോസ ചപ്പാത്തി എന്ന സിനിമ 12,000 പേര് കണ്ടു. ബാഗി 4 20,677 പേര് ഇതുവരെ UAE ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ആഴ്ച കണ്ടു. അതായത് UAE ബോക്സ് ഓഫീസ് നിലവിൽ ഇന്ത്യൻ സിനിമകളും ഹോളിവുഡ് സിനിമകളും കനത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം. സ്വാഭാവികമായും ഇന്ത്യക്കാരെ കൂടുതലുള്ള ഒരു മേഖല ആയതുകൊണ്ട് തന്നെ പ്രയോറിറ്റി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെയാണ്. UAE ബോക്സ് ഓഫീസിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മലയാള ചിത്രം എന്ന റെക്കോർഡ് നിലവിൽ എമ്പുരാനാണ്. ഏകദേശം 5 ലക്ഷം ആളുകൾ UAE ബോക്സ് ഓഫീസിൽ നിന്ന് എമ്പുരാൻ എന്ന ചിത്രം കണ്ടിട്ടുണ്ട്. 2-ാം സ്ഥാനത്ത് വന്നത് തുടരും എന്ന ചിത്രമാണ്. ഏകദേശം 4,30,000 ആളുകൾ ഇതുവരെ UAE ബോക്സ് ഓഫീസിൽ നിന്ന് തുടരും എന്ന ചിത്രം കണ്ടിട്ടുണ്ട്. 3-ാം സ്ഥാനത്തുള്ളത് ലോക എന്ന ചിത്രമാണ്. ഇതുവരെ 4,14,000 ആളുകൾ UAE ബോക്സ് ഓഫീസിൽ നിന്ന് ലോക എന്ന ചിത്രം കണ്ടിട്ടുണ്ട്. അതായത് ഏകദേശം 2-3 ദിവസത്തിനകം തുടരും എന്ന ചിത്രത്തിന്റെ റെക്കോർഡ് UAE ബോക്സ് ഓഫീസിലെ റെക്കോർഡ് ലോക എന്ന ചിത്രം തകർത്തേക്കും എന്ന് തന്നെയാണ് ലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി കഴിഞ്ഞ 11 ദിവസത്തെ ലോകയുടെ വേൾഡ് വൈഡ് കളക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം ലോക എന്ന ചിത്രം 95 കോടി രൂപ, 95.15 കോടി രൂപ നേടിയിരിക്കുന്നു. ഓവർസീസിൽ നിന്ന് 92 കോടി രൂപയും. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇപ്പോൾ ലോക എന്ന ചിത്രത്തിൻ്റെ 186 കോടി രൂപയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം കൊണ്ട് മിക്കവാറും ലോക എന്ന ചിത്രം 200 കോടി ക്ലബിൽ കയറി കാണുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്ററിലേക്കാണ് ലോക എന്ന ചിത്രം നീങ്ങുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം കഴിഞ്ഞ ദിവസം റിലീസായ മദ്രാശി എന്ന തമിഴ് ചിത്രം ഓപ്പണിംഗ് ആണ് കഴിഞ്ഞ വീക്കെൻഡിൽ നേടിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 34 കോടി രൂപയും, കർണാടകയിൽ നിന്ന് 3,75,00,000 രൂപയും, ആന്ധ്ര തെലങ്കാനയിൽ നിന്ന് 4,20,00,000 രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 1/2 കോടി രൂപ. ഓവർസീസ് കളക്ഷനായി ഇതുവരെ ലഭിച്ചത് 18 കോടിയോളം രൂപ. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ ഏതാണ്ട് 62 കോടി രൂപ കഴിഞ്ഞ 3 ദിവസങ്ങൾ കൊണ്ട് മദ്രാശി എന്ന ചിത്രം നേടിയിരിക്കുന്നു. നിലവിലെ സ്റ്റാറ്റസ് വരും വീക്കെൻഡിലും നിലനിർത്താനായാൽ വലിയൊരു വിജയമായിരിക്കും തമിഴ്നാട്ടിൽ മദ്രാശി എന്ന ചിത്രം ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ UAE ബോക്സ് ഓഫീസിൽ പോലും ലോകയുടെ ഭരണം തുടരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ലോകയുടെ കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ മാത്രം പ്രൊഡ്യൂസർക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ടാവാം.
ബാക്കി വരുന്ന വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ കളക്ഷനും അദ്ദേഹത്തിന്റെ ലാഭമാണ്. എന്തായാലും വലിയൊരു വിജയമാണ് ലോക എന്ന ചിത്രം കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നത് ഒരു സംശയവുമില്ല. പല റെക്കോർഡുകളും ലോക എന്ന ചിത്രം തിരുത്തി എഴുതുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും വരും ദിവസങ്ങളിലെ കണക്കുകൂടി പുറത്തു വരുമ്പോൾ ലോക എന്ന ചിത്രത്തിന്റെ പ്രകടനം എത്രത്തോളം ആകുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും പല റെക്കോർഡുകളും തിരുത്തപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഇത്തരത്തിലുള്ള സപ്പോർട്ടാണ് വെറും ഒരു സാധാരണക്കാരനായ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജമെന്ന് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു. നന്ദി, നമസ്കാരം.